അത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. എനിക്കും കുട്ടികളുള്ളതല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ വളരെ ചെറുപ്പത്തിൽ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പുള്ള ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ സീൻ ചെയ്യുമ്പോൾ ഉള്ള എൻ്റെ ടെൻഷനും അതായിരുന്നു. എൻ്റെ മക്കൾ വളരെ ചെറുപ്പത്തിൽ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനത് ചെയ്ത് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ഞാനതങ്ങനെ, അല്ലെങ്കിൽ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തിട്ട്, നമ്മളെല്ലാവരും അങ്ങനെ കളിപ്പാട്ടം വാങ്ങിക്കൊണ്ടിട്ട് അത് എടുക്കല്ലേന്ന് പറയും കുട്ടികളോട്. അത് എടുത്ത് നശിപ്പിക്കില്ല, അവിടെ വെക്കുന്നു പറയും. കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ ആ സാധനം ഉപയോഗിക്കില്ല. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു ടെൻഷൻ എനിക്ക് ആ സീൻ അഭിനയിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ ഒരു സീൻ അഭിനയിക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മളൊരു ഡയലോഗ് പറയുമ്പോൾ ആ ഡയലോഗ് എന്താണ് പറയണതെന്നുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുമ്പോൾ ആ ഇമോഷൻസ് താനേ വരും. അത് എല്ലാ ആക്ടേഴ്സും അങ്ങനെയാണ്. അത് എന്താ പറയുക, ഇൻറ്റേർണൽ ആക്ടിംഗ് എന്ന് പറയും. ഇപ്പം ഞാൻ വെറുതെ ഇരുന്നിട്ടൊരു കാര്യം പ്ലെയിനായിട്ട് പറഞ്ഞാൽ അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും അയാളതൊരു സിൻസിയറായിട്ട് പറയുന്നതല്ല. പക്ഷെ നമ്മളതൊരു ഹൃദയത്തിൽ നിന്ന് പറയുമ്പോൾ അത് നമുക്ക് ഹൃദയത്തിലെത്തും. എത്തും. നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് പറയുമ്പോഴാണ് ഞങ്ങളെ ഹൃദയത്തിൽ അത് എത്തുന്നത്. പിന്നെ അതേപോലെയല്ലേ നിങ്ങളൊരു പാട്ട് പാടിത്തരൂ? എന്ത് ഞാൻ മറ്റേ ഒരു മോക്കില്ല രാജ്യത്തെ അതിൽ ഞങ്ങൾ പാടുന്ന കേട്ടോ, അതൊന്നുകൂടെ കണ്ടാൽ മതി. ഒന്ന് പാടിത്തരും പാട്ട്. അങ്ങനെ പാടാൻ പാടില്ല. ഇത് നമ്മൾ പ്രൊമോഷൻ ഷോയ്ക്ക് വന്നിരുന്നിട്ട് ഇവിടെ ഇരുന്ന് പാട്ട് പാടുക, ഇവിടെ വേറെ തമാശകൾ പറയുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഈ പടത്തെ പ്രൊമോട്ട് ചെയ്യണതിന് ഒരു സീരിയസ്നെസ് ഉണ്ടാവും. അത് നമ്മള് കട്ട് ചെയ്ത് കളയും എഡിറ്റിംഗില്. ഈ ചോദ്യവും കട്ട് ചെയ്ത് കളയും, അതിന്റെ ഉത്തരവും കട്ട് ചെയ്ത് കളയും. പോരെ പാട്ട് പാടാമെന്ന് ചോദിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടി വന്നത്? വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചിട്ട് എന്തെല്ലാം പറയിപ്പിക്കാൻ എന്നെ കൊണ്ട്. അല്ലാതെ അതിനോട് അത് ചോദിക്കേ, അന്ന് ഒന്ന് പറഞ്ഞു തരി എന്താ ചോദിക്കണ്ടേ. അത് നീ ചോദിക്കുക, അല്ലാണ്ട് വെറുതെ എന്നെ കൊണ്ട് പാട്ട് പാടിച്ചിട്ട്. അല്ല അത് കേട്ടില്ലേ, എന്നാ ഒന്ന് പറയ എന്താ ചോദിക്കണ്ടേ. ഇത് കഴിയട്ടെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ സമാധാനമായിട്ട് മാറിയിരുന്ന് പാട്ടൊക്കെ പാടിത്തരാം കേട്ടോ. പിന്നെ ലെനേജിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ കുറേ ടൂർ പോകുന്ന ആളാണ്, ഒറ്റയ്ക്ക് അല്ലേ, ഒരുപാട് സോളോ ട്രിപ്സ് പോകുന്നൊരു ആളാണ്. അതിന്റെ ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് അഭിനയിക്കുന്നത്. അല്ലാത്തപ്പോ ഹിമാലയത്തിലും ആൽപ്സ് പർവ്വതങ്ങളുടെ നിലയിലൊക്കെയാണ്. ചെറിയ ഗ്യാപ്പിന് വന്ന് അഭിനയിച്ചിട്ട് പിന്നെ പോകും. അപ്പൊ ഞാനൊരിക്കൽ ചോദിച്ചു, ഇങ്ങനെ പോയിട്ട് ഈ എങ്ങനെയാണ് തിരിച്ചു വരാൻ? ഇതിന് പ്ലാൻ ചെയ്തിട്ടാണ് പോണത്. ഇപ്പം ഫെബ്രുവരി 14 തിരിച്ചു വരാം, അങ്ങനെ എന്തെങ്കിലും ഡേറ്റ് പ്ലാൻ? അങ്ങനെയല്ല, എൻ്റെ കയ്യിലെ പൈസ തീരുമ്പോൾ തിരിച്ചു വരും, അത്രേ ഉള്ളൂ. അപ്പൊ ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോ പൈസ വലിയ ചെലവാകുന്നില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ ആളുകൾ സ്വീകരിക്കുന്നു, അവർ ഭക്ഷണം കൊടുക്കുന്നു, അവർ ബാക്കിയെല്ലാം അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി കാരണം പൈസ ചെലവാകുന്നില്ല. അപ്പോൾ എന്നെ പറയുന്നത് തിരിച്ചു വരേണ്ട കാര്യമില്ല, കാരണം കുറേ കാലം പോകാനുള്ള പൈസ ഉണ്ട്, പൈസ തീരുമ്പോഴേ തിരിച്ചു വരുള്ളൂ. അങ്ങനെ അതെ, കറക്റ്റാണ്. ഞാൻ ഇതൊക്കെ നേരത്തെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാ. ഇനി എന്താ പറയാ? നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല, ക്വസ്റ്റ്യൻ അതിനോട് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് കുറെ ആർട്ടിസ്റ്റുകളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, നമ്മളിങ്ങനെ കുറെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തു നിന്ന് ഓരോ ആളുകളെ പറ്റി പഠിക്കാൻ പറ്റും. ആ പഠനം നമ്മൾ